രാജ്യത്ത് മങ്കി പോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയിൽ. കേന്ദ്ര സർക്കാർ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തും. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നെത്തിയ ഒരു യുവാവിനാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എംപോക്സ് രോഗിയാണ് അദ്ദേഹം. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ മങ്കി പോക്സ് സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ ഈ മങ്കി പോക്സ് മറ്റുള്ള മേഖലകളിലേക്ക് പടരുന്നതിനെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എത്ര രാജ്യങ്ങൾ അതിൽ കടുത്ത നടപടികൾ എടുത്തു എന്നുള്ള കാര്യം നമുക്കറിയില്ല. വിവരങ്ങൾ. തീർച്ചയായിട്ടും എസ് സൂചിപ്പിച്ചതുപോലെ ഈ മങ്കി പോക്സ് അഥവാ കുരങ്ങ് വസൂരി എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഈ രോഗം രാജ്യത്തും ഒരാളിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നിരവധി പേർ നിരീക്ഷണങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടത്തിയ പരിശോധനയിൽ ഈ സഫ്തർജംഗ് ആശുപത്രി, ഡൽഹിയിലെ സഫ്തർജംഗ് ആശുപത്രിയിൽ കഴിയുന്ന ആളിൽ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അത്. എന്നാൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ പറയുന്നത് ആശങ്കയല്ല ഇപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ആവശ്യം. നമുക്ക് വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരുതൽ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ്. എല്ലായിടങ്ങളിലും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ എയർപോർട്ടുകളിൽ അടക്കമുള്ള ഇടങ്ങളിലാണ് ഈ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടു കൂടി നടപ്പാക്കുന്നുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് രാജ്യത്തിന് ഈ വസൂരി ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നതാണ് എന്നത്. അതിന് സമാനമായിട്ടാണ് ഈ കുരങ്ങ് വസൂരി എന്നറിയപ്പെടുന്ന മങ്കി പോക്സും ഈ പ്രശ്ന സങ്കീർണമാകുന്ന സാഹചര്യം പല രാജ്യങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ഇതിന് അനുബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഏത് സാഹചര്യത്തിലെങ്കിലും സംശയകരമായിട്ട് ഈ അണുബാധ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവരെ നിരീക്ഷിക്കാനും നിരീക്ഷണത്തിൽ കഴിയുന്ന ആളിൻ്റെ സമ്പർക്കം പട്ടിക വേഗത്തിൽ തയ്യാറാക്കി അങ്ങനെ സമ്പർക്കത്തിലുള്ള ആളുകളെ പരിശോധനാ വിധേയരാക്കാനും അടക്കമുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകളുടെ ലഭ്യത എല്ലായിടങ്ങളിലും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏറ്റവും അടിയന്തരമായിട്ട് നൽകി കഴിഞ്ഞു. എസ് കെ. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.